ഹലോ ഹായ്. മഴക്കാലമായി കഴിഞ്ഞാൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണല്ലേ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ. അപ്പോൾ നമ്മളിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടു. സൺഡേ ആയിരുന്നു. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ ആദ്യം ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ കൊടുക്കണം. പിന്നെ ഇതുപോലെ ഇതാ കുറേ എന്താ പറയുക മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കാണാം. അതൊക്കെ നമ്മൾ അനുസരിക്കുന്നത് വേണം. പിന്നെ 60 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക്. അപ്പം അങ്ങനെ 2 ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒന്ന് ഓൺലൈൻ ചെയ്യുന്നതും അല്ലാതെ പിന്നെ നമുക്ക് എൻട്രൻസിൽ കാണും ക്യാഷ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യം കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ, കുറച്ച് അകലെന്നുള്ളത്. അപ്പം ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ അവിടെ ആസ് യൂഷ്വൽ കുറേ കുരങ്ങന്മാരൊക്കെ കാണാം. നമുക്ക് അവരെ ഫീഡ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ ഒരാളിരുന്ന് എന്തോ മാങ്ങ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടിക്കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വേണം. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നടക്കാനുണ്ട്. അപ്പം നടക്കുന്ന വഴിയത് അതുപോലെ കല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറയുന്നത് നല്ലൊരു ഫീലല്ലേ. നല്ലൊരു എന്താ പറയുക, പച്ചപ്പും തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീൽ തന്നെയാണ്. അത് അനുഭവിച്ചറിയാൻ തന്നെ വേണം. അപ്പോൾ അവിടെ കോഫി ഷോപ്പുകളൊക്കെ ഉണ്ട്. 2 കോഫി ഷോപ്പുണ്ട്. പിന്നെ ചുക്ക് കാപ്പി കിട്ടുന്നൊരു ഷോപ്പും കൂടി ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചായ, ചെറിയ സ്നാക്സൊക്കെ അവിടെ നിന്ന് കിട്ടും. സ്നാക്സ് എന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് സംഭവങ്ങളൊക്കെ, ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് പോകാനായിട്ട് ടോയ്ലറ്റൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ കണ്ടില്ലേ, ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒരു 100 രൂപയുടെ കോട്ട് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം താഴെ എത്തുമ്പോൾ നല്ല മിസ്റ്റ് ഉണ്ടായിരിക്കും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് വ്യൂ. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോകാനായിട്ട് പറ്റും കേട്ടോ. അവിടെ നിന്ന് അടുത്തുള്ള വ്യൂ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കണ്ടില്ലേ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മിസ്റ്റ് ഇങ്ങനെ ഭയങ്കര ദൂരേക്കൊക്കെ ഭയങ്കര ഉയരത്തിൽ പോകുന്നുണ്ടല്ലേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ഒരു ഫീല് നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊരു ജൂലൈ മാസമാണ്. അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റിയിട്ടാണ്. പിന്നെ നമ്മൾ കാണുന്ന കുടിൽ കാണാറുണ്ടല്ലേ, എത്ര വെള്ളച്ചാട്ടം വന്നാലും എത്ര ഒഴുക്ക് വന്നാലും അതിനൊരു കേടില്ലാതെ നിൽക്കുന്നത് കാണാം. പിന്നെ ഇവിടെ മുള കൊണ്ടാണ് വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പം അതിലൊന്നും ഒരുപാട് ചാരി നിൽക്കാതിരിക്കുക. കാരണം ചാരി നിന്ന് കഴിഞ്ഞാൽ എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു കെയറോട് കൂടി വേണം കേട്ടോ അവിടെയൊക്കെ നിൽക്കാനായിട്ട്, ഒരുപാട് ഫോഴ്സൊന്നും കൊടുക്കാതെ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമില്ല. പിന്നെ ആ കുടിലിൻ്റെ ഉള്ളിൽ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കൂവി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേലിമലൊക്കെ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോറസ്റ്റ് ഗാർഡ്സ് ചീത്ത പറയുന്നുണ്ടായിരുന്നു മാറി നിൽക്കാൻ പറഞ്ഞിട്ട്. ഇതാ നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നുണ്ടല്ലേ പുഴ. പിന്നെ നോക്കിയാൽ അറിയാൻ പറ്റും കോട നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ആ മലയുടെ മേലേക്ക്. അപ്പോൾ ഇതാ ഫോറസ്റ്റ് ഗാർഡ്സ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് പേര് പ്രശ്നമാക്കിയതുകൊണ്ടാണ് കേട്ടോ, ചീത്ത പറയാനായിട്ടാണ്. അപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. അപ്പം താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ് കാടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീൽ തന്നെ അല്ലേ, കാട് തന്നെ. അപ്പം ഇതിറങ്ങുമ്പോൾ ഈ കല്ലിലൊക്കെ നിറയെ വെള്ളവും മണ്ണും കൂടി മിക്സ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് സ്പീഡിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഓടി ഓടി ഇറങ്ങൽ ഭയങ്കര റിസ്ക് ആയിരിക്കും. നോക്കി നോക്കി തന്നെ വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ താഴെ എത്തിയിട്ടോ. താഴെ എത്തിയപ്പോൾ കണ്ട മിസ്റ്റ് എത്രയാ, ഭയങ്കര മിസ്റ്റായിരുന്നു കേട്ടോ. മഴ പെയ്യുന്ന പോലെയായിരുന്നു. അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ എടുക്കാമെന്ന് ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്നൊരു വ്യൂ.
അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ കുടയോ കോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ല, നനയാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നനഞ്ഞ് നിൽക്കുന്നതും അത് വേറൊരു ഫീലാണ് ആക്ച്വലി. അപ്പം ഡ്രസ്സൊക്കെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഐഡിയ ആയിരിക്കും. എന്തു ഭംഗിയല്ലേ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നമ്മളവിടെ പോകണം, അത് അനുഭവിച്ച് തന്നെ അറിയണം. ആ ഒരു തണുപ്പും ആ ഒരു ഫീല് നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡ് വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണത്. പിന്നെന്താ, നിങ്ങൾക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണല്ലേ അതിരപ്പള്ളി. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ലോകം മുഴുവൻ ഫേമസാണ് നമ്മുടെ അതിരപ്പള്ളി. ഓക്കെ, പിന്നെന്താ, കുറേ പേരിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കൈയൊക്കെ ഇങ്ങനെ വീശിയിട്ട്. അപ്പം നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ഒരു ഏകദേശം ഒരു 81.5 അടി ഹൈറ്റാണ് കേട്ടോ അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്നാണത് താഴത്തേക്ക് പതിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അനുഭവം വേറെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ മുമ്പൊക്കെ വന്നിരിക്കുന്നത് വേനൽക്കാലത്തൊക്കെ. അപ്പം ആ ഒരു കല്ലിൻ്റെ മേലെയൊക്കെ നമുക്ക് നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം അവിടേക്ക് കടക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് മഴയായതുകൊണ്ട് നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് ഇപ്പോൾ പെർമിഷൻ ഇല്ല അങ്ങോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി ഒഴുക്കൊന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ. നല്ലൊരു രസമായിരുന്നു കേട്ടോ. മഴ പെയ്യുന്ന പോലെയായിരുന്നു ഈ മിസ്റ്റൊക്കെ. അപ്പോൾ കോട്ടിട്ട് പോവുകയാണെങ്കിൽ സുഖമാണ്, അധികം നനയൊന്നുമില്ല. പക്ഷെ നനയാൻ വേണ്ടി വന്നവരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ആസ്വദിച്ച് കൂവി വിളിച്ച് കുറേ പേരുണ്ടായിരുന്നു. അതൊക്കെ ഒരു അനുഭവങ്ങൾ തന്നെയാണല്ലേ. നല്ല തിരക്കുണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കുട ചൂടി നിൽക്കുന്നുണ്ട്, കോട്ടിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പതുക്കെയാണ് കയറിയിരുന്നത്. ബിക്കോസ് എനിക്ക് പെട്ടെന്ന് കിതയ്ക്കും. അപ്പം വയസ്സായ ആളുകളൊന്നും ഇറങ്ങാതിരിക്കുകയാണ് നല്ലത്. എന്നാലും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കയറ്റം വലിയ കുഴപ്പമില്ല, എന്നാലും കിതച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണമായിരുന്നു. പക്ഷെ നമുക്ക് ഇടയിലൊക്കെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ചാലക്കുടിയിൽ നിന്ന് നമുക്ക് KSRTC ബസ് വന്നിട്ട് അങ്ങോട്ട്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എൻട്രൻസ് നമ്മൾ താഴെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ പിന്നെ ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്. ബസ്സിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ നമ്മുടെ ഇടയ്ക്ക് തിരിച്ചു പോകുമ്പോൾ കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്പോട്ടുകളൊന്നും കിട്ടിയിട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനത്തെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഇരിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്താ ആസ് യൂഷ്വൽ നല്ല റോഡാണ്. അതൊരു പ്രശ്നമില്ല. ഈ റോഡിനൊന്നും നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റിയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും കാട്. അപ്പം ആനേനൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനെയും കണ്ടില്ല. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. ഇങ്ങനെ കാടൊക്കെ കണ്ട് 2 വീലറിന് പോകുമ്പോൾ ഒന്നും കൂടി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തണവ്, കാറ്റ്, പിന്നെ ഒരു പച്ചപ്പ്, അതൊക്കെ നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും 2 വീലറിന് പോകുമ്പോൾ. പിന്നെ സൈഡിൽ ചായക്കടകൾ, പിന്നെ കുറേ റംബൂട്ടാൻ്റെ ഒക്കെ വിൽപ്പനക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പം റംബൂട്ടാൻ്റെ സീസണും കൂടി ആയിരുന്നല്ലോ. അപ്പം നന്നായിട്ട് കോട ഇറങ്ങുന്ന സമയമായതുകൊണ്ട് നല്ല തണവുണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ലൊരു യാത്രയായിരുന്നു. പോവുകയാണെങ്കിൽ 2 വീലറിന് പോകാൻ നോക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 2 വീലറിന് പോകുന്നത് എളുപ്പമല്ല. എന്നാലും നിങ്ങൾ ഒരിക്കലെങ്കിലും അതിരപ്പള്ളിയിൽ പോകണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതൊരു അനുഭവമാണ്. ഓക്കെ, പിന്നെ കണ്ട അതുപോലെ
കാട് ഇങ്ങനെ ചെറിയ ചെറിയ അരുവികൾ പോലെയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ കാട്, അതൊക്കെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് പ്ലേസസ് ആണ് അതൊക്കെ. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങളും പോകണം, എല്ലാവരും പോകണം. അങ്ങനെ ഞാൻ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്നും ജോലിക്ക് പോയി അങ്ങനെ എങ്ങനെ ജീവിച്ചാൽ മാത്രം പോരല്ലോ. ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ പോയി മനസ്സൊന്നൊക്കെ ഒന്ന് റിലാക്സ് ആക്കണം. നല്ലതാണ്, നല്ലൊരു ഫീലായിരിക്കും. ഈ റോഡിലൂടെ പോകുന്നത് തന്നെ ഒരു ഫീൽ തന്നെയാണ്. അത് ആ ചാലക്കുടി എന്ന് വരുന്ന ബസ്സാട്ടോ അത്. ചാലക്കുടി എന്ന് വരുന്ന KSRTC ആണ്. ഇത് ചാലക്കുടിക്ക് തിരിച്ചു പോകുന്ന KSRTC ആണ്. അപ്പം നമുക്ക് ഞാൻ പറയായിരുന്നു, നമുക്കിതൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ നമ്മൾ വഴിയിൽ നിന്ന് ഒരു വീടിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് റംബൂട്ടാൻ വാങ്ങി. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.